ഇന്നലത്തെ വീഡിയോയിൽ ഈവാഡിക്റ്റിൻ്റെ ഈ റണ്ണിങ് ബാഗിനെ പറ്റി ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാഗ് ഞാൻ ഡെക്കാത്തലോൺ എന്നാണ് വാങ്ങിച്ചത്. ഇത് ട്രയൽ റണ്ണിങ് ബാഗായിട്ടാണ് ഡെക്കാത്തലോൺ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ പ്രൈസ് നോക്കിയപ്പോൾ 2999 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ച സമയത്ത് സെയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് അത്ര ആയില്ലായിരുന്നു. എനിക്ക് അറൗണ്ട് 2000 ആയുള്ളൊരു 1000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു 5 ലിറ്റർ പൗച്ച് വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒരു ട്രയൽ റണ്ണൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പല റേസിനും ഓർഗനൈസേഴ്സ് തന്നെ റിക്വയർമെൻ്റ് ആയിട്ട് വെക്കുന്ന നമ്മൾ ഹൈഡ്രേഷൻ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗിയർ കയ്യിൽ വേണമെന്നുണ്ട്. കാരണം റോഡ് റേസ് പോലെയല്ല ട്രയൽ റേസ്. ഈ അത്യാവശ്യം ഹില്ലി ടെറൈൻസ് അല്ലെങ്കിൽ നല്ല കാട്ടിൻ്റെ ഉള്ളിലുള്ള ട്രയലൊക്കെ ആണെങ്കിൽ ഹൈഡ്രേഷൻ സപ്പോർട്ട് കുറവായിരിക്കും. എല്ലാ കിലോമീറ്ററും ചിലപ്പോൾ ഒരു 8 സ്റ്റേഷൻ കാണണമെന്നില്ല. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാട്ടർ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ട്രയൽ റണ്ണൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്സ് കൊണ്ടുപോകാറുണ്ട്, ഹൈക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റിക്സ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കയറ്റി വയ്ക്കാനുള്ള ഒരു സ്പേസ് ബാക്കിലുണ്ട്. ഇവിടെ കാണുന്ന പോലെ തന്നെ 5 ലിറ്റർ വോളിയം വരെ അതിന് കപ്പാസിറ്റി ആയിട്ടുണ്ട്. ഇത് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഹാങ് ചെയ്യാനുള്ള സാധനമാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സൈസ് മാറും. ഇതാണ് ഇതിൻ്റെ വാട്ടർ പൗച്ച്. ഇതിപ്പം അൺഫിൽഡ് ആണ്. സോ ഈ കാണുന്ന പോലെ തന്നെ ഇത് ഒരു 1 ലിറ്ററിൻ്റെ പൗച്ചാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞൊരു ബലൂൺ പോലെ ഇരിക്കും. പിന്നെ ഈ വാട്ടർ പൗച്ചിന് പുറമെ ഈ ബാഗിൻ്റെ അകത്ത് നമുക്ക് കപ്പാസിറ്റി ഉണ്ട് കുറച്ച്. ഇങ്ങനെ ഒരു സിബുണ്ട്. ഈ സിബിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിങ്ങനെ ഒരു വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു എമർജൻസി സിറ്റുവേഷൻ സിഗ്നൽ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഹൈഡ്രേഷൻ വരുന്ന സംഭവം, അതായത് ഈ സിപ്പറും ബാക്കിൽ വരുന്ന പൗച്ചും ഡിറ്റാച്ചബിളാണ്. നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റണ്ണിങ് ബാഗാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രേഷന് വേണ്ടി ഇത് വേണ്ട, അല്ല ജസ്റ്റ് കീസോ ഫോണോ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പിയോ ഒക്കെ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഇതിലിപ്പോൾ 250 ml ഫ്ലാസ്ക് വെക്കാനുള്ള സ്പേസാണിത്. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് സിബ് വരുന്ന ഒരു സ്റ്റോറേജും ബാക്കിലുണ്ട്. ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതിൻ്റെ അകത്ത് കീട്ട സേഫ് ആയിട്ടിരിക്കും. ഞാനീ പറഞ്ഞ 2999 ഇതിൻ്റെ മാത്രം റേറ്റാണ്. അതായത് ഈ റണ്ണിങ് ബാഗിൻ്റെ മാത്രം റേറ്റാണ്. നിങ്ങൾ ഹൈഡ്രേഷൻ പാക്ക് സെപ്പറേറ്റ് ആണ് വാങ്ങേണ്ടത്. അതിന് നിങ്ങൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഞാനിനിയിപ്പോൾ ട്രയൽ ഓടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അടുത്ത വർഷത്തെ വാഗമൺ അൾട്രയിൽ 36K ഓടാനുള്ള ഒരു ചെറിയ പ്ലാനുണ്ട്. അന്ന് മിക്കവാറും ഇതിന് യൂസ് കാണും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.